ഹലോ എൻ്റെ എല്ലാ മുത്തുമണീസുകൾക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എന്ത് പറയണു, നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. നിങ്ങളുടെ ഇവിടെ മഴയുണ്ടോ? അതെ, ഇന്നലത്തെ രാത്രിയത്തെ ഫുഡിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. വേറൊന്നുമില്ല, നമ്മുടെ ചപ്പാത്തിയും ബീഫ് കറിയും ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ വേറെ നല്ല വ്ളോഗൊന്നും എടുക്കാൻ ഈ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് പുറത്തോട്ടൊന്നും പോയില്ല. അപ്പോൾ വീഡിയോസിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഇഷ്ടങ്ങളൊക്കെ വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അതോടൊപ്പം നമ്മുടെ ലൈവ് എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഉണ്ടാകും. എല്ലാവരും വരാം കേട്ടോ, വന്ന് സപ്പോർട്ട് ചെയ്യണേ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. എല്ലാവരും സുഖമായിട്ടിരിക്കണു എന്ന് കരുതണു. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് എടുത്തു, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ, ഏതെണ്ണയായാലും കുഴപ്പമില്ല, പാം ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ നല്ല ആട്ടപ്പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇതിപ്പോൾ സാധാ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ചെറു ചൂട് വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ ഒരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. ഒരു ഇച്ചിരി നേരം നമ്മൾ കുഴയ്ക്കണം, എന്നാലേ അതനുസരിച്ചിട്ട് നല്ലൊരു മയം സോഫ്റ്റ്നെസ്സും ഒക്കെ നമ്മുടെ ചപ്പാത്തിക്ക് വരത്തുള്ളൂ. ഇപ്പോൾ മിക്ക ദിവസവും രാത്രിയിൽ ഗോതമ്പ് ആഹാരം ആക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. കാര്യം വെച്ചാൽ ഇപ്പോൾ ഫുഡ് വളരെ കൺട്രോളാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസം ബീഫൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ ഇന്ന് എന്തായാലും ചപ്പാത്തിക്ക് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കഴിച്ചോളാന്ന് പറഞ്ഞു. പക്ഷേ കഷ്ണമൊന്നും എടുത്തില്ല. ആൾ ചുമ്മാ ഗ്രേവി മാത്രം കുറച്ച് കഴിച്ച് 2 കഷ്ണം എന്തോ എടുത്തെന്ന് തോന്നുന്നു, അത്രേ എടുത്തോളൂ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്ക് ഇങ്ങനെ കുഴച്ച് കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ മുത്തുമണി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. സന്ധ്യ മഗ്‌രിബ് ബാങ്ക് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആണ്, ഇന്ന് സൗണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് എഴുന്നേറ്റ് പിന്നെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്നത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടവും ചുറ്റി ഇങ്ങനെ നോക്കണുണ്ട്, എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ നന്നായിട്ട് അത് കുഴച്ച് നന്നായിട്ട് ഇങ്ങനെ അടച്ച് വെക്കും കേട്ടോ. ആ സമയം മോൾ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഫ്രീസറിൽ വെച്ചൊക്കെയായിരുന്നു, വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാകത്തിന് ഒന്ന് കുറച്ച് എടുത്തോളൂ കേട്ടോ, ഒരു ചെറിയ പോർഷൻ എടുത്തോളൂ. അപ്പോൾ ബീഫും വളരെ സിമ്പിളായിട്ട് വെക്കുന്നത്. എപ്പോഴും വെക്കും പോലെയുള്ള വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തില്ല. പെട്ടെന്ന് കുക്കറിലിട്ട് തന്നെ ഒന്ന് ആക്കി എടുത്തു. ഞാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ബീഫ് സെപ്പറേറ്റ് വേവിച്ചിട്ട് പിന്നെ സവോളയൊക്കെ വാട്ടി അതിലോട്ട് മിക്സ് ചെയ്ത് എടുക്കാറ്. ഇതിപ്പോൾ അങ്ങനെയല്ല, കുക്കറിട്ട് തന്നെ സവോള വാട്ടിയിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ കേട്ടോ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും വീഡിയോസൊക്കെ കാണുക, നമ്മുടെ വീഡിയോസിലൊക്കെ വന്ന് കമൻസൊക്കെ ഇടുക. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. എന്തെങ്കിലും ഇഷ്ടമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ അത് മാറ്റി ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇറച്ചി നന്നായിട്ട് കഴുകി വെള്ളം തോരാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം നമ്മുടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇടാനായിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള സവാള എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയിട്ട് ഒന്ന് വാട്ടി എന്ന് എടുത്ത ശേഷം ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ ഒന്നും അളവ് പറയണ്ടല്ലോ, നമുക്കറിയാമല്ലോ എന്തോരം വേണം എന്നുള്ളത്. എനിക്കതൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞു തരാൻ. അപ്പോൾ അതേ സവാളയും ചെറുള്ളിയും കൂടെ കുറച്ച് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒത്തിരി വഴറ്റിയെടുക്കണ്ട, ഒരു ആവറേജ് ലെവലിൽ വഴറ്റിയെടുത്താൽ മതി. കാര്യം വെച്ചാൽ നമ്മൾ കുക്കറിൽ ബിസിൽ കേൾപ്പിച്ച് എടുക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ വാട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദേ ഇപ്പോൾ ഏകദേശം സവോളയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ആവശ്യത്തിനൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കണേ, അപ്പോൾ പെട്ടെന്ന് വാടി വരും. ആ ടിപ്പൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാം. എങ്കിലും കുക്കിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ ചെയ്യുകയാണെങ്കിൽ അഥവാ എങ്ങാനും എൻ്റെ വീഡിയോ കണ്ടാലോ, അങ്ങനെ കാണുക വെച്ചാൽ ഒന്ന് ഇതൊക്കെ ഒരു ഉപകാരപ്രദമാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദേ ഞാൻ നന്നായിട്ട് സവോളയൊക്കെ വാട്ടി വയറ്റി നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ചേർക്കാം. അപ്പം പൊടി ഞാൻ സാധാരണ ബീഫ് കറി വയ്ക്കുമ്പോൾ മസാല എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താണ് ഇടുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഡയറക്റ്റ് പൊടി ഇതിലോട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേറെന്താണ് വിശേഷം? ഇത് വലിയ എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ബോറൊന്നും ആയി വരണ്ട. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ ഇതേ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക.
നമ്മൾ സാധാ വയറ്റി എടുക്കുന്ന അത്രയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു ആവറേജ് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ആ ഒരു ലെവലിലൊക്കെ വയറ്റി നന്നായിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മളിതിൽ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പ്രത്യേകിച്ചുള്ള മസാലകളൊന്നുമില്ല. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം പെരിഞ്ചീരകം വറുത്തത്, കുരുമുളക്, പിന്നെ കുറച്ച് ബീഫ് മസാല, ഇത്രയാണ് ഞാൻ പൊടികളിൽ ചേർക്കുന്നത്. അപ്പോൾ അതിലാദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കാര്യം നല്ല എരിവുള്ളതാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് കുറച്ച് ഇടുന്നുണ്ട്, കാരണം എനിക്ക് മോനില്ലെങ്കിൽ ദേഷ്യ, എരിവ് കൂട്ടി കറിയാക്കി കഴിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയുടെ അളവ്, നമ്മൾ പച്ചമുളകും കൂടെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ല രീതിയിൽ എടുക്കുക. ഞാൻ പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് നല്ലതാണ് പെരിഞ്ചീരകം. അപ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു മസാലിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി ആ മസാലിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഒന്ന് മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളെല്ലാം കളറ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഇറച്ചി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അത്യാവശ്യം ഇത്ര കുറച്ച് ക്വാണ്ടിറ്റിയിലെ ബീഫ് കറി ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സവോളയും മറ്റെല്ലാം കൂടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഈ സമയത്ത് ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞാൻ എടുത്തില്ല, കാരണം ഞാൻ ഇവിടെ ഇക്കാൻ്റെ ഓയിലൊക്കെ വളരെ കുറച്ചായിട്ട് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലേശം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ എല്ലാത്തിനും ഒഴിക്കാറ്. വളരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ സാധാ ഫ്ലെയിമിലിട്ട് ഒരു ബിസിൽ കേൾപ്പിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 ബിസിൽ കേൾപ്പിച്ചെന്ന് തോന്നുന്നു. 4 5 തോന്നുന്നു കേട്ടോ, കറക്റ്റ് അല്ല, എങ്കിലും അത്രയും കേൾപ്പിച്ചു കേട്ടോ. വേണ്ടത് അത് അവിടെ ഇരുന്ന് വേവുന്ന ടൈമിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി കുറച്ചേ ഉള്ളൂ, ഇക്കാനും മോനും മാത്രമായിട്ട് ഉണ്ടാക്കി. എനിക്ക് രാത്രി ചപ്പാത്തി വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആക്കി. പക്ഷേ ചപ്പാത്തിയുടെ എണ്ണ കുറഞ്ഞുപോയി, കുറച്ചും കൂടെ വേണമായിരുന്നു, 2-3 കൂടെ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. എല്ലാവർക്കും ഗോതമ്പാക്കാം എന്നുള്ള രീതിയിലാണ് ഇത്. മോന് അവൻ്റെ വാപ്പിക്ക് എന്തുണ്ടാക്കണോ അതേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 6 ചപ്പാത്തിയും കൊണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തു. നമ്മൾ ആട്ടമാവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ എൻഡൊക്കെ നല്ല ഫിനിഷിംഗ് ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ സാധാ ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ, എന്നാലും നല്ല സോഫ്റ്റായിട്ട് നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് പൊങ്ങി നല്ല ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ വേറെ എന്താണ്, നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടോ അപ്പോൾ അത്രയും നല്ല ഒരു ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സും വരും. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. പക്ഷേ എനിക്ക് ഈ ടൈമിൽ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന സമയത്ത് ആ ഒരു കേസ് വിട്ടുപോയി. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സൗണ്ട് കൊടുക്കാൻ എടുത്തപ്പോഴാണ് പാലിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഓർത്തത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് കിട്ടും നമുക്ക്. ഇത് ഇടയ്ക്ക് വന്ന് നിൽക്കാൻ ഈന്തപ്പഴം തിന്നാൻ വേണമെന്ന് പറഞ്ഞ് എൻ്റെ ഇത് മേടിച്ചുകൊണ്ട് പോയതാട്ടോ. അപ്പോൾ വീഡിയോയിൽ എന്നെ കാണും നീങ്ങിയെടുത്തതാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് മേടിപ്പിച്ചതാണ്, അല്ല അവിടെ നിന്ന് എടുപ്പിച്ചതാണ്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇതേ ഇവിടെ വലിയ റൗണ്ടൊന്നും ഇല്ല, അമ്പിളിമാമിൻ്റെ റൗണ്ടൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കറിയാലോ ഞാൻ കുക്കിങ്ങിന് വളരെ പുറകിലാണ്. എൻ്റെ ലൈവിൽ വന്നാൽ നിങ്ങൾക്കറിയാൻ പറ്റും എന്നെ കളിയാക്കണത്. ഇക്ക പിന്നെ വർണ്ണിക്കില്ല ഞാൻ ഉണ്ടാക്കുന്ന കറികൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. അപ്പോൾ പറയാനും ഇല്ല, എൻ്റെ വ്യൂസേ ഒന്നും പറയണ്ട. വേറെ എന്തൊക്കെയാണ് പറയൂ. എല്ലായിടത്തും കൊറോണയൊക്കെ അളവ് കൂടി വരുന്നുണ്ട്. കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയും ഭയമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെന്താണ്, വേറൊന്നുമില്ല. ഇന്ന് മോളെയും കൊണ്ട് ഹെൽത്ത് സെൻറ്ററിലൊക്കെ ഒന്ന് പോയിക്കായിരുന്നു. മോളുടെ മൂക്കിൻ്റെ അവിടെയായിട്ട് സ്കിന്നൊന്നും മുരിഞ്ഞിങ്ങനെ വരുന്നുണ്ട്, ഡ്രൈ ആയിട്ട്. അപ്പോൾ അതിനൊരു ഓയിൽമെൻറ്റൊക്കെ തന്നു. പിന്നെ എനിക്ക് കാൽഷ്യം ഗുള വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വന്നു. പിന്നെന്താണ്, വേറൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ വോയിസ് കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ചപ്പാത്തി പരത്തൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 1-2 ചപ്പാത്തിയും കൂടെ ഉള്ളു. നിങ്ങളിങ്ങനെയൊക്കെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ല, എന്തായാലും അടിപൊളി നല്ല ചപ്പാത്തി ഫിനിഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ എനിക്കറിയാം. എന്നാലും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേടാ എല്ലാവരും. എനിക്ക് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ മുത്തുമണീസേ. എല്ലാവരും നമ്മുടെ വീഡിയോസിലും ഷോർട്സിലും ലൈവിലും ഒക്കെ വരണം കേട്ടോ. മോണിറ്റൈസേഷൻ്റെയൊക്കെ ഒരു ഭാഗം എന്ന നിലയിൽ
നമുക്ക് ഒന്നും ആയിട്ടില്ല, എന്നാലും നമ്മളിങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടി നമുക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ട്, ഇത്രയും നിങ്ങളുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ലെവലിലെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൻ്റെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് വേഗം അവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ എന്തായെന്ന് ഒന്ന് തുറന്ന് നോക്കണ്ടേ, അതൊക്കെ നമുക്ക് നോക്കാം. ഗ്രേവി കുറവായിരിക്കും, അപ്പോൾ കുറച്ചും കൂടെ തിളപ്പിച്ചറിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ അതേ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് പാം ഓയിലാണ് എടുത്തത്. ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഒന്ന് നമ്മൾ ഇതിൻ്റെ എൻഡിൽ ഇച്ചിരി ചുമ്മാ, ഞാൻ അതിൽ ചുമ്മാ ബ്രഷും ഒരു ചെറിയ പാത്രവും വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. 2 തുള്ളി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എണ്ണ അങ്ങനെ യൂസ് ചെയ്യില്ല, കുറച്ച് വളരെ കുറച്ച് പേരിനൊന്ന് ഇതാവാൻ വേണ്ടി മാത്രം അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശരിക്കും നിങ്ങൾ നോക്കിയേ, നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ എൻഡ് ഇരിക്കുന്ന, എൻ്റെ ചപ്പാത്തിയുടെയൊക്കെ എൻഡ് ഒരു ഭംഗിയില്ലല്ലേ, സോറി കേട്ടോ. ഈ മാവിൽ ഇങ്ങനെ കിട്ടത്തുള്ളൂ. നല്ല ആട്ടപ്പൊടിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയാണ്, പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും പറഞ്ഞില്ല, മോനും ഒന്നും പറഞ്ഞൊന്നുമില്ല. നമ്മുടെ ഗ്രേവി നല്ലപോലെ വെന്ത് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവി കുറവ് എനിക്ക് തോന്നിയതുണ്ട്. കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ച് ഒന്നും കൂടെയൊക്കെ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. കാരണം ചപ്പാത്തിക്ക് ഇച്ചിരി കറി വേണ്ടേ, അപ്പം കുറച്ച്, അല്ലെങ്കിൽ കഷ്ണം കുറച്ചിട്ട് ഗ്രേവി എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കറിയൊക്കെ ഒന്ന് ലൂസാക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചുടലും ഇപ്പുറത്ത് ബീഫ് കറിയൊക്കെ എങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മറന്നു പോകേണ്ട, എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മെയിൻ മുന്നോട്ടുള്ള ഞങ്ങളുടെ ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ലൈവിലും ഞങ്ങളുടെ വീഡിയോസിലും ഞങ്ങളുടെ ഷോർട്സിലും എന്തഭിപ്രായങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. കാര്യം നിങ്ങളല്ലേ നമുക്ക് പറഞ്ഞു തരാനുള്ളൂ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലോ സംസാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെ പറയണം കേട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അതേക്ക് ജിമ്മിൽ പോയിട്ട് വന്നതുകൊണ്ട് വിശക്കണേന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതാ ഈന്തപ്പഴമൊക്കെ എടുത്ത് തിന്നണേ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ഇപ്പോൾ എടുക്കണമെങ്കിൽ പിന്നെ ചപ്പാത്തി കഴിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ ഇത് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കെല്ലാം സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഇറച്ചിക്കറി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി എല്ലാം റെഡിയാക്കി ചുട്ട് ഞാനത് നമ്മുടെ കാസ്ട്രോളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അത്താഴം, ഒരു ഡിന്നർ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒക്കെ ഒന്ന് ഒപ്പിച്ച് കൂട്ടി ഒരു ഉടായിപ്പൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നിങ്ങളുടെ ദുആയിൽ ഞങ്ങളുടെ ഫാമിലിയെ കൂടെ ഉൾപ്പെടുത്തുക. എല്ലാം നല്ല രീതിയിലായി വരാൻ വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല. ഇതെടുക്കുന്ന സമയം കറണ്ട് ഒന്ന് പോയി കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലൊരു ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ട്. കാര്യം മറ്റേ ആ ഇൻവെർട്ടർ ബൾബിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ടാറ്റ.